കേസിൽ ദിലീപിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മെമ്മറി കാർഡ് പരിശോധനാ കേസിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ദിലീപിന്റെ ആവശ്യത്തിൽ കഴമ്പില്ല. എട്ടാം പ്രതി ദിലീപിന്റെ വാദം സാധൂകരിക്കാനാകില്ല. നടപടിക്രമങ്ങളും സാക്ഷിമൊഴികളും എന്തെന്നറിയാനുള്ള അവകാശം അതിജീവിതയ്ക്കുണ്ട്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവത്തിലെ വിധിപ്പകർപ്പ് പുറത്തുവന്നു. ആജ്ഞ രവീന്ദ്രൻ ചേർന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആജ്ഞ, മെമ്മറി കാർഡ് പരിശോധനാ കേസിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ദിലീപിന്റെ ഹർജി ഇന്നലെയാണ് ഹൈക്കോടതി തള്ളിയത്. ഈ വിധി പ്രസ്താവത്തില്, അതായത് വിധിപ്പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആജ്ഞ? ടോം സൂചിപ്പിച്ചതുപോലെ ദിലീപിന്റെ ഹർജി, അതായത് മെമ്മറി കാർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹർജി തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നത് വിധിപ്പകർപ്പാണ്. ദിലീപ് ഈ കേസിലെ എട്ടാം പ്രതിയാണ്. എട്ടാം പ്രതിയായ ദിലീപിന് ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ട അധികാരമില്ലെന്ന് അതിജീവിത തന്നെ നേരത്തെ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തണം. അതിനുള്ള സാധ്യതകൾ തടയാനാകില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ദിലീപിന്റെ ഈ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവായിരുന്നു, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവായിരുന്നു അതിജീവിതയ്ക്ക് മെമ്മറി കാർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് നൽകണം എന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവായിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന് ശേഷം അതിനുശേഷം ഈ മെമ്മറി കാർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദിലീപ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകുന്നത്. അത് പിറ്റേ ദിവസം തന്നെ അത് ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. ഇന്നാണ് വിധിപ്പകർപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് ഇതിനകത്ത്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താനും അതിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള എല്ലാ അധികാരവും അതിജീവിതയ്ക്ക് ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഈ വിധി. ആജ്ഞ, എന്തായാലും ഈ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയ സാഹചര്യത്തിൽ ദിലീപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? കാരണം ഇനി ഈ ഒരു ആവശ്യം ഉന്നയിച്ച് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം നീക്കം പ്രതീക്ഷിക്കണോ? ഇക്കാര്യം ഹൈക്കോടതിയിൽ തന്നെ ഹർജി ഫയൽ ചെയ്തത് തന്നെ സുപ്രീം കോടതിയുടെ വിധിക്കെതിരായ, അതായത് തീർപ്പ് കൽപ്പിച്ച കേസുകളിൽ ഹർജി ഫയൽ ചെയ്യാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ അതിജീവിത ഇങ്ങനെയൊരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദിലീപിന്റെ തടസ്സ ഹർജി. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായിട്ടല്ല അതിജീവിതയുടെ ഹർജി എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള തുടർ സാധ്യത ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇതുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായാണ് അതിജീവിതയുടെ ഹർജി എന്നാണ്. അങ്ങനെയല്ല എന്ന് ഹൈക്കോടതി തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അതിജീവിത ഈ കേസ് അതിജീവിതയുടെ വിവരത്തിനകത്ത്, അതല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയാനുള്ള എല്ലാ അവകാശവും അതിജീവിതയ്ക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധി തന്നെയാണ് ഹൈക്കോടതി. അത് ഒരു സിറ്റിസൺ എന്ന നിലയിലുള്ള അവകാശം മാത്രമല്ല, ആ കേസിലെ വാദി എന്നുള്ള നിലയിലും ആ കേസിലെ നീക്കുപോക്കുകൾ, അന്വേഷണങ്ങൾ, തുടരന്വേഷണം, ഇതിനകത്ത് എന്തെല്ലാം തടസ്സങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ള എല്ലാ അവകാശവും ഹർജിക്കാരിക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധി തന്നെയാണ്. അത് തന്നെയാണ് നിലവിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു പക്ഷേ മുന്നോട്ട് പോയാൽ ലഭിക്കാവുന്ന ഏറ്റവും അങ്ങേയറ്റമുള്ള വിധി എന്ന് തന്നെ വേണം പറയാൻ. കാരണം സുപ്രീം കോടതിയുടെ വിധിയെ ലംഘിച്ചു എന്ന് കാണിച്ചിട്ടായിരുന്നു ദിലീപ് ഈ ഹർജി ഫയൽ ചെയ്തിരുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സിംഗിൾ ബെഞ്ച് തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി നൽകിയത്. അത് ഇടപെടേണ്ട ആവശ്യമില്ല. സിംഗിൾ ബെഞ്ച് തീരുമാനം നിയമപരമായി നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്.